നടി രഞ്ജിനി ഹരിദാസ് പറയുന്നു, വിവാഹം കഴിച്ചില്ല, കുട്ടികളില്ല, എല്ലാം നല്ല ശരീരത്തിനും ആരോഗ്യത്തിനും വേണ്ടി. പക്ഷെ ഇപ്പോൾ അനുഭവിക്കുന്നത് തൻ്റെ ശാരീരികമായ അവസ്ഥയെക്കുറിച്ച് നടി രഞ്ജിനി ഹരിദാസ് പറയുകയാണ്. ശാരീരികമായ വേദനകളും ഹോർമോൺ വ്യതിയാനങ്ങളുമാണ് ഇപ്പോൾ എൻ്റെ പ്രധാന പ്രശ്നം. ഇത് വല്ലാത്തൊരു അവസ്ഥയാണ്. ഇനിയും ശരീരത്തിൽ മാറ്റങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ. സത്യം പറഞ്ഞാൽ ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ നടത്തുന്ന ഈ കളി ഒരു വല്ലാത്ത അവസ്ഥ തന്നെയാണ്. വിഷാദവും ഉത്കണ്ഠയും മൂടുമാറ്റങ്ങളുമൊക്കെയായി പലരും വലിയ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകാറുണ്ട്. പ്രായം 40കളിലേക്ക് കടക്കുമ്പോൾ ശരീരം പഴയതുപോലെ പെട്ടെന്ന് ഉന്മേഷം വീണ്ടെടുക്കില്ല. പണ്ട് എത്ര വേണമെങ്കിലും ആഘോഷങ്ങളിൽ മുഴുകുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഓരോ കാര്യത്തിലും നല്ല ശ്രദ്ധ വേണം. കൃത്യമായ ഉറക്കം അനിവാര്യമായി മാറുന്നു. ശരീരത്തിന്റെ രീതികളൊക്കെ മാറിത്തുടങ്ങിയിരിക്കുന്നു. 35ലും 36ലും ആ ഊർജം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ്. പക്ഷെ 38-40 വയസ്സുകളിലേക്കെത്തുമ്പോൾ ആർത്തവ വിരാമത്തിന്റെ ഭാഗമായുള്ള വലിയ മാറ്റങ്ങൾ ശരീരം പ്രകടിപ്പിച്ചു തുടങ്ങും. അടുത്ത 5-10 വർഷത്തിനുള്ളിൽ ആർത്തവം പൂർണ്ണമായും നിലച്ചേക്കും. എങ്കിലും ഇപ്പോൾ തന്നെ അതിന്റെ മാറ്റങ്ങൾ ഞാൻ അറിയുന്നുണ്ട്. ശരീരത്തിൽ അനുഭവപ്പെടുന്ന അമിതമായ ചൂടാണ് അതിലൊന്ന്. പണ്ട് വെയിൽ കായുന്നതും ബീച്ചിൽ പോകുന്നതുമൊക്കെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. എന്നാൽ ഇപ്പോൾ ശരീരം മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ തണുപ്പുള്ള ഇടങ്ങളിലേക്ക് മാത്രമേ ഞാൻ യാത്ര പോകാറുള്ളൂ. 15 വർഷം മുമ്പ് എൻ്റെ അമ്മ ഭയങ്കര വേദനയാണെന്ന് പറയുമായിരുന്നു. ഞാൻ എൻ്റെ അമ്മയെ പുച്ഛിച്ചിട്ടുണ്ട്. ഇപ്പോൾ അമ്മയോട് ക്ഷമ പറയുന്നു. 43 വയസ്സിൽ അനുഭവിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ ഞാനിന്ന് അനുഭവിക്കുന്നു. കൃത്യമായ ഉറക്കവും ഭക്ഷണവുമാണ്, വർക്കൗട്ടും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം ചെയ്തിട്ടും ഇത് അനുഭവിക്കുന്നു. ഡോക്ടർമാരെ ഞാൻ കണ്ടതാണ്. അവർ പറയുന്നത് ചെയ്തിട്ടും ഇത് പോകുന്നില്ല. അതാണ് എൻ്റെ വലിയ ആശങ്ക. കുട്ടികളില്ല, കല്യാണമില്ല, ഈ സമയത്ത് കാമുകനുമില്ല, ടെക്നിക്കലി സ്ട്രെസ്സില്ല, ബയോളജിക്കലി വെറുതെ സ്ട്രെസ് വരുന്ന ഘട്ടത്തിലാണ് ഞാനിപ്പോൾ. ഇതിലെനിക്ക് വളരെ ദേഷ്യവും വിഷമവും ഉണ്ട്. ഈ വേദന എങ്ങനെയെങ്കിലും പോയി കിട്ടിയാൽ മതി. ഡോക്ടർമാരെ കാണാനും മരുന്ന് കഴിക്കാനും എല്ലാവരും പറയുമെന്നറിയാം. എനിക്ക് മരുന്ന് കഴിക്കേണ്ട. ഇപ്പോൾ ഷോകൾക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് പെയിൻ കില്ലറുകൾ കഴിക്കണം. കാരണം മയക്ക് പിടിച്ച് കുറേ നേരം നിൽക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ കാലുവേദന കാരണം നടക്കാൻ പറ്റില്ലെന്നാണ് രഞ്ജിനി ഹരിദാസ് പറയുന്നത്. ഫിലിം കോട്ട്. നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ്. സബ്സ്ക്രൈബേഴ്സ് 10 ലക്ഷം കടന്നിരിക്കുന്നു. സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി. നിങ്ങളും ബെൽബട്ടൺ അമർത്തോ. നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും. വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി.